കാവ്യവും സാഹിത്യവും ഭാഗം 3. രസരാജാവായ ശൃംഗാരം. സമ്പൂർണ്ണ രസങ്ങളിൽ രസരാജാവ് ശൃംഗാരമാണ്. മാനവജാതിയിൽ ഇതാണ് ആദിമരസം. ഇതിൽ നിന്നാണ് മനുഷ്യ രാശി ജീവിതം നേടിയത്. തൻ്റെ പരമ്പര നിലനിർത്തുന്നു. ഇതിൽ നിന്നാണ് വിശുദ്ധ പ്രേമം ഉരുത്തിരിഞ്ഞു വന്നത്. തത്വജിജ്ഞാസുക്കളായ ആത്മീയ ആചാര്യന്മാർക്ക് പരമാത്മാവിലേക്കും ജീവാത്മാവിൻ്റെ ആഭിമുഖ്യം ബോധ്യമാകുന്നത് ഇതിൽ നിന്നാണ്. വിശ്വപ്രസിദ്ധരായ മഹാകവികളുടെ സമുന്നതമായ രചനകൾ നിർഗളിച്ചത് ശൃംഗാരരസത്തിൽ നിന്നാണ്. ശൃംഗാരരസം നിറഞ്ഞ സുന്ദരമായ വർണ്ണനകൾ ഉണ്ടാകുന്നു. ശൃംഗാരരസമാണ് കവിതയെ കലയായി ഉയർത്തിയതും. ഇത് ഭാവപ്രധാനമായ രചനകൾക്കുള്ളിൽ വരുന്നു. ഓരോ കലയുടെയും ഉദ്ദേശ്യം ആദർശം പ്രത്യക്ഷീഭൂതമാക്കുകയാണ്. ഈ വീക്ഷണത്തിലാണ് കാവ്യത്തിൽ സൗന്ദര്യം വർണ്ണിക്കപ്പെടുന്നത്. ശൃംഗാരരസം മാത്രമാണ് ബാഹ്യവും ആന്തരികവുമായ പ്രകൃതിയുടെ സർവോത്കൃഷ്ടമായ വർണ്ണനയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രകൃതി സൗന്ദര്യവും നാരീ സൗന്ദര്യവും ഇല്ലെങ്കിൽ കാവ്യം ഉണ്ടാകുന്നില്ല, കല ഉദ്ഭവിക്കുന്നില്ല, കോമളഭാവങ്ങൾ ഉയർന്നു വരികയുമില്ല. ഭഗവാൻ ഭരതമുനി ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യത് കിഞ്ചിത് ലോകേ ശുചിമേധ്യം ഉജ്ജ്വലം ദർശനീയം വാ തത്സർവം ശൃംഗാരേണ ഉപമീയത്തെ. ശൃംഗാരേണോപമീയത്തെ എന്ന്. ഭാവധാരാപ്രധാനമായ സാഹിത്യത്തിൽ പ്രേമത്തിന് തുല്യമായി ശ്രേഷ്ഠമായ മറ്റൊരു സ്ഥായീ ഭാവവുമില്ല. ശൃംഗാരരസത്തിന് സമാനമായ മറ്റൊരു രസവുമില്ല. ആദിമമായ രസവും ഇത് തന്നെയാണ്, ശൃംഗാരം. കാവ്യാർത്ഥം എന്തെന്ന് ചിന്തിക്കുക. രസം ശബ്ദങ്ങളിലൂടെ പ്രകടമാകുന്നു. ചെവി കൊണ്ട് കേൾക്കുന്നതാണ് ശബ്ദം. ശബ്ദത്തിലൂടെ എന്താണോ മനസ്സിലാക്കിക്കുന്നത് അതാണ് അർത്ഥം. അതായത് ഓരോ ശബ്ദവും അർത്ഥബോധകമാണ്. 2 വിധത്തിലാണ് ശബ്ദങ്ങൾ. ഒന്ന്, സാങ്കേതിക ശബ്ദങ്ങൾ. ഉദാഹരണം, ഛൻഛനാഹട്ട്. ഇതിന് പകരം വയ്ക്കാൻ മറ്റൊരു ശബ്ദവുമില്ല. 2, അന്യാന്യപര്യായവാചിയായ ശബ്ദം. ഉദാഹരണം, ഛിപിജായേ. ഇതേ അർത്ഥത്തിൽ ലുപ്ത് ഹോ ജായേ, അന്തർധാൻ ഹോ ജാവേ എന്നൊക്കെ പ്രയോഗിക്കാൻ കഴിയും. ശബ്ദത്തിൻ്റെ ശക്തി 3 വിധത്തിലാണ്: അഭ്യുത, ലക്ഷണ, വ്യഞ്ജന എന്നിങ്ങനെ. ഇതിനെ അർത്ഥഭേദത്തിലെ വാച്യാർത്ഥമെന്ന് പറയുന്നു. 3 ശക്തികളുടെയും അർത്ഥവും 3 വിധത്തിലാണ്. യഥാക്രമം വാച്യാർത്ഥം, ലക്ഷണാർത്ഥം, വ്യഞ്ജനാർത്ഥം എന്ന്.
ലക്ഷണാർത്ഥം ലാക്ഷണികവും വ്യഞ്ജനാർത്ഥം വ്യംഗ്യവുമാണ്. വാച്യാർത്ഥം നേരെ മനസ്സിലാക്കുന്നതാണ്. ലക്ഷണാർത്ഥത്തിന് ഉദാഹരണം കാശി നഗരം ഗംഗയിലാണ്. അർത്ഥാത് കാശി നഗരം ഗംഗയുടെ തീരത്താണ് എന്ന് മനസ്സിലാക്കണം. വ്യംഗ്യാർത്ഥ പ്രയോഗം ഒരാളെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതാണ്. വ്യംഗ്യാർത്ഥം ധ്വനിപ്രധാനമാണ്. കാവ്യഭാഷ രസാവഹമാകണം. ഭാവത്തിന് അനുരൂപമായ ഭാഷയിൽ ഒരു പ്രവാഹം ഉണ്ടാകുന്നു. ഭാഷ വ്യാകരണ വിശുദ്ധമാകണം. ഭാഷയ്ക്ക് 10 ഗുണങ്ങളുണ്ട്. യഥാക്രമം മാധുര്യം, ഓജം, പ്രസാദം, ശ്ലേഷം, സമത, സുകുമാരത, സമാധി, കാന്തി, ഉദാരത, അർത്ഥവ്യക്തത. ഇതിൽ മാധുര്യഗുണവും ഓജഗുണവും പ്രസാദഗുണവും വളരെ പ്രസിദ്ധവും പ്രാധാന്യമർഹിക്കുന്നവയുമാണ്. മനുഷ്യൻ്റെ ഗുണങ്ങളായ സൗന്ദര്യം, ശാലീനത, സത്യത, ശൂരത എന്നിവ പോലെ ഭാഷയ്ക്കും മാധുര്യഗുണം, ഓജഗുണം, പ്രസാദഗുണം എന്നീ മുഖ്യമായ 3 ഗുണങ്ങൾക്ക് പുറമെ മറ്റ് 7 ഗുണങ്ങളുമുണ്ട്. അവയുടെ വക്താക്കൾ സംസ്കൃതത്തിലെ വാമനാചാര്യനും ഹിന്ദിയിലെ ഭികാരിദാസുമാണ്. മറ്റ് പലരും 10ൽ കൂടുതൽ ഗുണങ്ങളുണ്ടെന്നും തെളിയിച്ചിട്ടുണ്ട്. അനുപ്രാസം ഗുണത്തെ ചമത്കൃതമാക്കുന്നു. ഗുണം രസത്തിന് ഔത്കൃഷ്ടം സൃഷ്ടിക്കുന്നു. ഭാഷ ഭാവാനുഗാമിയാകണം. ശ്ലേഷവും ഭാഷാസൗന്ദര്യം സൃഷ്ടിക്കുന്നു. ഭാഷ ദേശകാലാനുരൂപമാകണം. കാവ്യത്തിന് ഛന്ദസ് ആവശ്യമാണ്. ദർശനശാസ്ത്രം, ന്യായം, ജ്യോതിഷം, വൈദ്യം, അമരകോശം തുടങ്ങി എല്ലാ വിഷയങ്ങളും ഛന്ദോബദ്ധമാണ്. ഛന്ദോ പാദോത് വേദസ്യ എന്നാണല്ലോ ഘോഷിക്കപ്പെട്ടിരിക്കുന്നത്. ഭാഷാവൃത്തവും സംസ്കൃതവൃത്തവും ഉണ്ട്. പിംഗളാചാര്യനാണ് ഛന്ദശാസ്ത്രത്തിൻ്റെ മുഖ്യ ശില്പി. തുകവും അനുപ്രാസവും ഭാഷയ്ക്ക് സൗന്ദര്യം സൃഷ്ടിക്കുന്നു, തന്മയത്വം നൽകുന്നു, ലയം ഉണ്ടാക്കുന്നു, ഭാഷയ്ക്ക് അഴക് ജനിപ്പിക്കുന്നു. അലങ്കാരം 2 വിധം: അർത്ഥാലങ്കാരവും ശബ്ദാലങ്കാരവും. കാവ്യത്തിന് അഴക് നൽകുന്നതാണ് അലങ്കാരം. അത് ആനന്ദദായകവുമാണ്. ഇതൊരു വലിയ ശാസ്ത്രമാണ്. ആചാര്യദണ്ഡി പറയുന്നു, വാചാമേവ പ്രസാദേന ലോകയാത്ര പ്രവർത്തതേ. അർത്ഥാത് സാംസാരികമായ വ്യവഹാരം വാണിയുടെ കൃപ കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. കൂടാതെ ഇതമന്ധം തമഹ കൃഷ്ണം ജായതേ ഭുവനത്രയം യദി ശബ്ദ്വാഹയം ജ്യോതിരാസംസാരം ന ദീപ്യത്തെ. അർത്ഥാത് ശബ്ദം അഥവാ ഭാഷ രൂപിയായ ജ്യോതിസ് ലോകാരംഭം മുതൽ മഹാപ്രളയം വരെ പ്രകാശമാനമായിരിക്കുന്നു എങ്കിൽ സമ്പൂർണ്ണ ത്രിഭുവനങ്ങളിലും
ഘോരമായ അന്ധകാരം തന്നെ നിലനിൽക്കുമായിരുന്നു. അഗ്നിപുരാണത്തിൽ അർത്ഥാലങ്കാര ശാസ്ത്രത്തെക്കുറിച്ച് ഭഗവാൻ വേദവ്യാസ മഹർഷി ഇപ്രകാരം പറയുന്നു: അലങ്കരണമർത്ഥാനാം അർത്ഥാലങ്കാര ഇഷ്യത്തെ തം വിനാ ശബ്ദസൗന്ദര്യമപി നാസ്തി മനോഹരം. യാതൊന്നാണോ അർത്ഥത്തെ സുശോഭിതമാക്കുന്നത് അത് തന്നെയാണ് അർത്ഥാലങ്കാരം. അതുകൂടാതെ ശബ്ദസൗന്ദര്യവും മനോഹരമാകുന്നില്ല. വ്യാസഭഗവാന്റെ ഈ വാക്യത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മഹാരാജ ഭോജദേവൻ തൻ്റെ സരസ്വതീ കണ്ഠാഭരണം എന്ന ഗ്രന്ഥത്തിൽ അലങ്കാരത്തെക്കുറിച്ച് ഇപ്രകാരം നിർവചിച്ചു: അലമർത്ഥം അലങ്കർത്തുഹു. അതായത് സുന്ദരമായ അർത്ഥത്തെ അലങ്കരിക്കുന്നതാണ് അലങ്കാരം. അർത്ഥാലങ്കാരത്തെ അധികരിച്ചിട്ട് വ്യാസദേവൻ അഗ്നിപുരാണത്തിൽ വീണ്ടും ഇപ്രകാരം ഉദ്ഘോഷിച്ചിരിക്കുന്നു: അർത്ഥാലങ്കാരരഹിത വിധവേവ സരസ്വതി. അതായത് അർത്ഥാലങ്കാരരഹിതയായ സരസ്വതി അഥവാ വാണി വിധവയ്ക്ക് തുല്യമാണ്, ശ്രീവിഹീനയാണ് എന്നർത്ഥം. അലങ്കാരശാസ്ത്രം അത്യാവശ്യമാണ്. ന്യായശാസ്ത്രവും ഉപമാനപ്രമാണത്തെ അംഗീകരിക്കുന്നു. അതും ഉപമാലങ്കാരത്തെ ആശ്രയിക്കുന്നു. ഉപമ കൊണ്ട് അർത്ഥബോധം സരളമാകുന്നു. ആത്മഭാവങ്ങളെ ശേഷം അടുത്ത സത്സംഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ശുഭമസ്തു, സ്വസ്ത്യസ്തു, സന്തു മംഗള സദാനി.